ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടൊരു കറിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട റംബൂട്ടാൻ വെച്ചിട്ടൊരു കറി. ഇവിടെ നമ്മൾ റംബൂട്ടാൻ തേങ്ങ അരച്ച് കറി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. റംബൂട്ടാൻ അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളല്ലേ. ഈ രീതിയിൽ റംബൂട്ടാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നവരും കാണും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തേങ്ങ അരച്ച് കറി വെക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത റംബൂട്ടാനാണ്. നല്ല പുളിയും നല്ല മധുരമൊക്കെയുള്ള നല്ല പഴുത്ത റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ്റെ തൊലി കളഞ്ഞ് തോട് കളഞ്ഞ് നമ്മൾ എടുക്കുകയാണ്. കുരു ഉൾപ്പെടെയാണ് നമ്മളിവിടെ റംബൂട്ടാൻ കറി വെക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് എടുത്തു വെച്ചിരുന്ന റംബൂട്ടാനെല്ലാം തോല് കളഞ്ഞെടുത്തു. ഇനി നമുക്ക് അത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത റംബൂട്ടാന് ഒരു ചട്ടിയിലിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വലിയ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആ റംബൂട്ടാൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കുന്നില്ല, ജസ്റ്റ് അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഇപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, 2 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഒരു കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ആ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ആ വെന്തിരിക്കുന്ന റംബൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ തിളയ്ക്കാനായിട്ട് അനുവദിക്കേണ്ട. കറി ഒന്ന് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. കറിയിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. കൂടുതൽ റംബൂട്ടാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് അവിടെ ഇരുന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് 1-2 വറ്റൽമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവാളയോ ചെറിയ ഉള്ളിയോ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി. ഈ സമയം കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കറിയാം ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ്. റംബൂട്ടാൻ വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റംബൂട്ടാൻ അച്ചാറും സൂപ്പറാണ്. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതിൻ്റെ കൂടെ മീൻ കറിയോ മീൻ വറുത്തതോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടുക് താളിച്ചൊഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് ഈ കറിക്ക്. കടുക് താളിക്കുമ്പോൾ ഒരു കുറച്ച് മുളക് പൊടിയും കൂടി അതിൽ മൂപ്പിച്ചിട്ടാൽ ഒന്നുകൂടി നല്ലതായിരിക്കും. താളിച്ചൊഴിച്ച് കഴിയുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ഭംഗിയും മണവും ഒക്കെ കൂടെ വരുന്നത്. എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മമ്മിയാണ്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.